അങ്ങനെ ഇതെല്ലാം സൗന്ദര്യം കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും നോക്കുക നമ്മൾ എവിടെയാ പരിപാടി. അതെ അതെ. അപ്പൊ എവിടെയാ പരിപാടി അല്ലേ? എവിടെ മണ്ടോത്തരത്ത് അട്ടമണിക്കായന്റെ തീരത്ത് അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. അപ്പം കലോത്സവം വരാൻ പോവാണ്. അതാണ്. അപ്പം എല്ലാരും ഇങ്ങോട്ട് വന്നൂടാ. തീർച്ചയായും വരിക. ഇവിടെ വന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് നല്ല അന്തരീക്ഷങ്ങളിൽ കറങ്ങി നല്ല മാംഗ്രൂവ് ഒക്കെ കണ്ട് നല്ല കണ്ടൽക്കാടുകൾ കണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ആർച്ച് ഉണ്ട്. ആർച്ച് പിന്നെ ഒരു ഗുഹയുണ്ട്. കണ്ടൽ കൊണ്ടുള്ള ഒരു ഗുഹ 100 മീറ്റർ നീളം. അപ്പൊ വന്ന അടിപൊളി മൊത്തം സെറ്റപ്പ്. നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ കേണൽ മൺട്രോയുടെ പേരിലാണ് ഇപ്പോഴും ഈ തുരുത്ത്. അല്ല ചേട്ടാ, അങ്ങനെയല്ല പേര്? മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന മൺട്രോ സാഹിബിന്റെ പേരാണ്. മൺട്രോ സാഹിബിന്റെ പേരാണ് അല്ലേ? പേരാണ്. ഓക്കെ. സംഗതി അടിപൊളിയാണ്. നട്ടുച്ച പേരാണെങ്കിൽ പോലും അധികം പ്രശ്നമൊന്നും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇങ്ങനെ നടക്കാം. മോനേട്ടാ, എല്ലാ മീനും കിട്ടുമോ? കയറാൻ പോവാണോ? ആർച്ചിലേക്ക് കയറാൻ പോവാണ്. മെല്ലെ താഴെ വേണ്ട, ഇവിടെ നിന്നാ മതി. ഓക്കേ. ഇതാണ് കണ്ടൽക്കാട് ആർച്ച്. നാച്ചുറൽ ആർച്ച്. ആരും ഉണ്ടാക്കിയെടുത്തതല്ല. ഇത് നമുക്ക് കയറി ഫോട്ടോ എടുക്കാനും തീർച്ചയായും പടിഞ്ഞാറോട്ട് നോക്കി ആർച്ച് സഹിതമുള്ള സൗന്ദര്യ ഭംഗി ഫോട്ടോ എടുക്കാനും പറ്റില്ല. ഗുഹയുടെ അകത്തേക്ക് കയറാൻ പോവാണ്. പറഞ്ഞോളൂ. എന്തൊരു ആംബിയൻസ്! അടിപൊളി. തണുപ്പല്ലേ? ഇതാണ് ഗുഹ എന്ന് പറയുന്നത്. ഗുഹ, കണ്ടൽ ഗുഹ. നാച്ചുറലായിട്ടുള്ള ഗുഹ. വേറെ വൈബാണ് മക്കളെ. കൊള്ളാവോ? പിന്നെ അല്ല, അടിച്ചു പൊളിച്ച്. ഗസ്റ്റുകളുടെ ബഹളമാണ് ഇവിടെ. തലമുട്ടാതെ നോക്കിക്കോ. നമ്മൾ മൊത്തം ഒരു 1.5 മണിക്കൂർ വേണ്ടി വരില്ല കറങ്ങാൻ. എല്ലാം പതുക്കെ കണ്ട് ഫോട്ടോ എടുത്ത് പോകുമ്പോൾ 2 മണിക്കൂർ എടുക്കും. ഇങ്ങനെ അഷ്ടമുടിക്കാലിന് നടുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാം. നമുക്ക് ഷിക്കാർ കിട്ടും, വഞ്ചി കിട്ടും, പിന്നെ ഹൗസ് ബോട്ട് കിട്ടും. എല്ലാം അവൈലബിൾ ആണ്. സംസ്ഥാന കലോത്സവം വരുന്ന ആൾക്കാർ തീർച്ചയായും കൊല്ലത്ത് വന്നാൽ ഈ സ്ഥലം കണ്ടേ മടങ്ങാവൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.